പേരെന്താ യൂട്യൂബ് ചാനലിന്റെ? പേരെന്താ? വേഗം പിടിക്ക് കൂട്ടാൻ വെക്കണമെങ്കിൽ മീൻ കിട്ടണം. അതുവാ പിടിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിന്നൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ. കുറച്ച് പനിയും ജലദോഷവും തുമ്മലും ചുമയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഒഴിച്ചാൽ ബാക്കിയൊക്കെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് മഴയൊന്നുമില്ലായിരുന്നു. മക്കൾ മീൻ പിടിക്കുന്ന കണ്ടപ്പോൾ എടുത്തതാണ്. നേരത്തെ വീഡിയോയിൽ മക്കളെ ഞാൻ ചക്കൻ്റെ ചെമ്മിനി അരിഞ്ഞിട്ട് കാട്ടി തന്നില്ലേനോ, അത് ഉപ്പേരി വെച്ച് കാട്ടി തന്നില്ലല്ലോ. ഇന്നലത്തെ കമൻറ്റിൽ ഉണ്ടായിട്ടോ ഉപ്പേരി എങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളിയാണോ. അതായത് ഉപ്പേരി വെക്കുന്ന വീഡിയോസ് കൂടി ഇങ്ങനെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നത്. ഞാൻ വീഡിയോ എടുത്തേക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ വൻപാർ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ആ വെന്തിക്കുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഈ ചക്കൻ്റെ ചെമ്മിനിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഉപ്പ് അതിൽ ആവശ്യത്തിന് ഇട്ട് കിട്ടും വൻപാറിൽ. പിന്നെ വെള്ളവും അതിലുണ്ട്. ഇല്ലെങ്കിൽ ഇത്തിരി വെള്ളമോടി ഇട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒരൊറ്റ പതിപ്പിക്കലോട് പതിപ്പിച്ചായിട്ട് തോനെ വേവൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. പത്തിരിയും ഗ്രീൻ പീസിൻ്റെ കറിയാണ്. പത്തിരി ഉണ്ടാക്കുന്നതും കറി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഇതാ കട്ടൻ ചായയും പറഞ്ഞ് കിട്ടും. മധുരം കുറച്ചിട്ട് ശേഷം തോനെ ചായ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, അല്ലെങ്കിൽ ചായ കുടിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ രാവിലെ ആണെങ്കിൽ കുറച്ച് തോനെ കുടിക്കണം. അതിന് വേണ്ടി കണക്കാക്കി പറഞ്ഞാട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാൻ ഉപ്പേരി ഇളക്കി നോക്കിയതാണ്. ഉപ്പേരി ഇളക്കി നോക്കുന്നില്ല, അതിൽ ഇനിയും വെള്ളം വറ്റാണ്ട് കേട്ടോ. ഈ ചെമ്മിനിയാണെങ്കിൽ വേഗം ചെയ്തിരിക്കുന്നത്, പയറും വെന്തിക്കുന്നത്. ഈ ഉപ്പേരിൻ്റെ ആവി ക്യാമറയിലേക്ക് തട്ടിയിട്ടാണ് ഒരു മങ്ങിക്കളി കാണുന്നത്. ഇനി അടുത്ത പരിപാടി ഉപ്പേരി വറവിടാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്ത് ഇങ്ങനെയാണ് ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടോ. ഇത് വൻപയറിലും ചെറുപയറിലും ഒന്ന് ഇടാണ്ടും വെക്കട്ടോ. അല്ലാണ്ട് തന്നെ വേവിച്ച് ഇങ്ങനെ നമുക്ക് വറവിട്ടെടുക്കാം. നമ്മൾ ഇത്തിരി വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചെറിയുള്ളിയോ കടുകോ കറിവേപ്പിലയോ വറ്റൽമുളകോ ഒക്കെ ഇട്ട് വറവ് ചെയ്തെടുത്താൽ നല്ല തന്നെയാണ്. ഇത് ചെറിയ മോള് മുറിച്ചിട്ട് തന്നതിന് കുറച്ചോള് കൊണ്ടുപോവുകയും ചെയ്താൽ ബാക്കി ഇവിടെ വെച്ചേക്കുകയും ചെയ്തത്. ഞാൻ വൻപയറിലിട്ട് വെക്കുകയും ചെയ്തോളൂ, സ്വന്തമായിട്ട് വെക്കുകയും ചെയ്തിട്ടോ. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നോള് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ ജീരകം ഉണ്ടായിരുന്നു നനഞ്ഞു. അത് മായതപ്പം അടുത്ത് ഇങ്ങനെ അടുപ്പിൻ്റെ കനൽമേൽ വെച്ച് ഉണക്കിയെടുത്തതാണ്. നല്ല വെയിലടച്ചപ്പോൾ മുറ്റത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ മായതപ്പം എടുത്തേക്കാനും മറന്നു. അങ്ങനെ നനഞ്ഞു ഏതാട്ടോ. അതായത് അടുപ്പിന്മേൽ വെച്ച് ഉണങ്ങി കിട്ടിയിരിക്കുന്നത്. പൊട്ടിയില്ല, രണ്ടെണ്ണോ ഇത് എടുക്കായിട്ടോ. പുള്ളി കുത്തി കിടക്കുന്നത് ചാറ് വെച്ചില്ല. ചാറ് വെച്ചിട്ടല്ല, എടുക്കാണ്ട് വെച്ചിട്ട് പൂത്തതാ. അതല്ല പൊട്ടിയേ, ഇതാ പൊട്ടിയേ. സൈഡുണ്ടോ അത് വരാ ചീന്തി കിടക്കും. ഇല്ല, ഓല എടുത്തിട്ടല്ല, അതിൻ്റെ ചോട്ടിൽ ഞാൻ കമത്തി വെച്ചതായിരുന്നു. ചേച്ചി ഇങ്ങനെ ഒന്നും ഓൾക്ക് ആവശ്യമില്ലെന്ന് വെച്ചിട്ട് പിന്നെ എന്തോ എടുത്ത് ഇങ്ങനെ വേറെന്തോ സാധനം എൻ്റെ പത്തൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മൺചട്ടിയായി കിട്ടാനൊക്കെ ആണെങ്കിൽ ഇത് കണ്ടോ, ഇത് ഇത്ര കാലം പഴക്കമുണ്ടെന്ന് പറയും. ചട്ടി ഇതൊന്നും ആയില്ല. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ മണ്ണിൻ്റെ ചട്ടിയും കാലമൊക്കെ ഞാൻ നല്ലോണം തേച്ച് ഇങ്ങനെ അടുപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയി കമത്തി വെച്ച് കേട്ടോ. അത് മക്കളെടുക്കൂല, മക്കൾക്ക് അലുമിനിയോ സ്റ്റീലൊക്കെ മതി. മൺചട്ടിയൊക്കെ പോലെ എടുത്താൽ ഞാൻ വരുമ്പോൾ കൊട്ടി ഉണ്ടാവില്ല എന്നൊക്കെ അറിയുകയും ചെയ്യാം. ഒരു ആവശ്യമില്ല. ഇങ്ങനെ വന്ന് ഞാൻ കറിയൊക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം കഴിഞ്ഞാൽ എടുത്ത് നോക്കുന്നത്. അന്നപ്പോൾ ഈ ഒരു ചട്ടിയെ ബാക്കിയുണ്ട്. മറ്റേ കറിയൊക്കെ 2 ചട്ടിയും പൊട്ടിക്ക് എടുക്കുന്നു, ചീന്തിക്ക് എടുക്കുന്നു. മൂടാറിപ്പോയി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ചീന്തി ഇങ്ങനെ പോരി ചെയ്തിരിക്കും. അങ്ങനെ തട്ടിപ്പോയത് അങ്ങനെയാണ്. അങ്ങനെ ഈ ഒരു ചട്ടി നല്ലോണം ഞാൻ തേച്ച് ഇങ്ങനെ വൃത്തിയാക്കി എടുത്താട്ടോ. ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് പൂപ്പലൊക്കെ പിടിച്ചെന്തോ അതിന് ചട്ടിയൊക്കെ അങ്ങനെ നല്ലോണം തേച്ച് എടുത്ത് പിന്നെ കറി വെക്കാനൊക്കെ ഒരുങ്ങാണ്. അതിലെ മുളകിടാണ്. അതിന് പിന്നെ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവ ഇട്ട് കൊടുത്ത് തക്കാളിയും പച്ചമുളകും അതും ഇട്ട് പിന്നെ ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടായിരുന്നു, അതും ചക്കിയിട്ട് കേട്ടോ. അങ്ങനെ അതിലെ മുളകിടുകയാണ് രാവിലെ തന്നെ. ഉപ്പേരി ഞാൻ കുക്കറിൽ ഗ്യാസുമ്മൽ വെച്ച് കൊടുത്താണ്. അരി തീയൂട്ടി അടുപ്പത്ത് ഇട്ട് കൊടുത്താണ്. കൂട്ടാൻ തോണം ഗ്യാസുമ്മൽ വെക്കുക കേട്ടോ. എന്നാലല്ലേ വേഗമായി കിട്ടും. പിന്നെ ആയിട്ട് 2 മീനെടുത്ത് ഇങ്ങനെ പൊരിക്കാൻ വേണ്ടി അതിന് മസാല വരട്ടുക കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ചതക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഉപ്പും മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ടിരിക്കുന്നത്. അന്നപ്പോഴേക്കും നമ്മൾ തക്കാളിയും പച്ചമുളകും നല്ലോണം വാടി വന്ന് കിട്ടോ. ഇതിലൊക്കെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി, അല്ലാണ്ട് വിഷ് മസാലയൊന്നുമില്ല കേട്ടോ. സാധാ പൊടികളും ഇട്ട് കൊടുത്താണ്. പിന്നെ ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ ഗെറ്റിൽ വെള്ളം വെച്ച് തളിച്ചീന് കേട്ടോ. അതിറ്റാലും കുറച്ച് ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ അധികം വെള്ളം വന്ന് ലൂസാക്കൊന്നുമില്ല കേട്ടോ. ടൈറ്റിൽ വേണം മീൻ കറി കുറച്ചാക്കൊക്കെ കൊണ്ട് ഇങ്ങനെ വെക്കാമല്ലോ. തോനെ ആൾ കൂട്ടാനുണ്ടെങ്കിലാണ് തോനെ കറിയൊക്കെ വേണ്ടി.
അങ്ങനെ നമ്മൾ മീൻ പൊരിക്കാനുള്ള മസാല ഒക്കെ പറ്റി വെച്ചേക്കുന്നത്. കറിയൊക്കെ ഉള്ള മീനൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ കറിയിൽ വയ്ക്കാൻ വേണ്ടി കുറച്ച് പുളിയും എടുത്തിങ്ങനെ കേക്ക് ഇങ്ങനെ ചുള്ളത്ത് പുതിർത്തി വെച്ച് കിട്ടോ. മീൻ കറിയിൽ കുറച്ച് പുളി പിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അത് നമ്മൾ അലൂമിനിയം പാത്രത്തിലൊക്കെ മീൻ കറി വെച്ചേക്കാണെങ്കിൽ ഒരു പുള്ളിക്കുത്തി വരലാണ് കേട്ടോ. ശേഷം നമ്മൾ പുളിയൊക്കെ പിഞ്ഞ് കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ തക്കാളിയൊക്കെ ഇട്ട് പുളിയുള്ള കറി വെക്കുമ്പോൾ അത് നമുക്ക് മൺചട്ടി കൂട്ടാൻ വെക്കുന്ന കേട്ടോ നല്ലത്. അല്ലാണ്ട് ഒരു പുള്ളി വരികയും ചെയ്യും. പിന്നെ നമ്മൾ ഉപയോഗിക്കാണ്ട് ആ പാത്രം വെച്ചിട്ടാണ് അലുമിനിയം പാത്രം വെച്ചിട്ടാണ് നമ്മൾ എടുക്കുമ്പോൾ സൈഡ് അതിൻ്റെ പുള്ളി തൊട്ട് നോക്കിയാണ്ട് ഒരു പൊടി ഇങ്ങനെ പൊടിഞ്ഞ് വരില്ല കേട്ടോ. അത് ദ്രവിച്ച് പോകുന്നതെന്നൊക്കെ തോന്നുന്നത്. ഞാൻ അധികം മൺചട്ടിയിലാണ് മീൻ കറി വെക്കൽ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു മീൻ കറി വെക്കുന്ന അലുമിനിയം പാത്രം ഇട്ടോ. അതങ്ങനെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 8:30 മണിയാകുമ്പോൾ മക്കളെ നമ്മളെ ചോറ് ഉപ്പേരിയും കൂട്ടാനും മീൻ പൊരിച്ചൊക്കെ റെഡിയാക്കി. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. അടിച്ചാരലും തുടക്കലും തിരുമ്പലും മുറ്റടിക്കലും എന്ന് പറഞ്ഞാൽ എല്ലാ പണിയുടെ ബാക്കിയുണ്ട്. പിന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ നീലിയമ്മൻ്റെ അവിടെ പോയി എടുത്തിട്ടുണ്ടോ തുളസിൻ്റെ എല്ലാം കേട്ടോ. പിന്നെ ഇവിടുന്ന് പറിച്ച കഞ്ഞിക്കൂർക്കില്ല. അത് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട വെള്ളത്തിൽ കുറേ സമയം വെച്ച് വെച്ചാട്ടോ. കുറേ പുഴുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ ഇലയിൽ. എല്ലാ സാധനത്തുമേലുണ്ട് പുഴുക്കൾ കേട്ടോ. അത് തൊട്ടാൽ ചൊറിയുകയും ചെയ്യുമല്ലോ. അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ വെച്ചത്. പിന്നെ അതിലൊക്കെ ശേഷം ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ അതും എടുത്തിക്കുന്നത്. പിന്നെ കുരുമുളകിൻ്റെ പൊടിയാട്ടോ. ഇവിടെയുള്ള കുരുമുളകില്ലായിരുന്നു. ഞാൻ നല്ലോണം കേക്ക് എടുത്ത് ഞാനൊരു ചെമ്പിൽ കിട്ടുമെടുത്താണ്. ഇതും പറഞ്ഞോണ്ട് കലത്തിലൊക്കെ വെച്ചാൽ നല്ലതാട്ടോ. ഇങ്ങനെ കലം ചെറുത് ഇവിടെ എല്ലാം തിരിഞ്ഞു നോക്കി എടുക്കാൻ നേരമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചെമ്പിലാട്ടോ വെച്ചത്. ഈ ചെമ്പിൽ നല്ലോണം പിന്നെ എല്ലാം കൂടി ചതുക്കി ഇട്ട് കൊടുത്താട്ടോ. ഇഞ്ചി കുത്തോണ്ട് ഒന്ന് കുത്തി ഇങ്ങനെ ഇട്ട് കൊടുത്താണ്. പിന്നെ ഇലയൊക്കെ ഞാൻ ഞെരടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടുപ്പത്ത് വെക്കുകയാണ്. ഇത് കുറഞ്ഞ വെള്ളത്തിലാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിനെ. പിന്നെ നല്ലോണം തളിച്ചിങ്ങനെ ഒന്ന് വറ്റുകയും ചെയ്തിരിക്കുന്നത്. അതിന് കുറേ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തീ ഓഫാക്കി അച്ചു കൂടെ ഓടക്കെ തന്നെ അരച്ചിങ്ങാനും കുടിക്കാൻ വേണ്ടി എടുക്കുക കേട്ടോ. ഉമ്മച്ചിയും കൊണ്ട് വന്നേക്കുന്നത്. ഉമ്മച്ചിക്കും ചുമയാണ്. ഉമ്മച്ചിയും മുന്നും ഞാനും കൂടി കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലെടുക്കുക. അവർക്കൊക്കെ കുറേ ദിവസം മതി എന്നാണ് കേട്ടോ. ഞാൻ ദിവസം തോന്നെ പാർന്ന് ഇങ്ങനെ കുടിക്കുകയാണ്. എങ്ങനെയുണ്ട് ഡോക്ടറെ കാണിക്കാണ്ട് സൂക്കേട് മാറി കിട്ടാനും നോക്കുക ഞാൻ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് എറിഞ്ഞു പിടിച്ച് പാനും മടിയാണ്. പിന്നെ ആണെങ്കിലോ മരുന്നും ഗുളിയും കുടിക്കാനും മടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അടിപൊളി മഴ കേട്ടോ. മഴ നിൽക്കുന്നു നല്ല മഴ. എന്നാൽ പറ്റിയത് എന്തെങ്കിലും ഒരു എണ്ണക്കടി ഉണ്ടാക്കിയായിരുന്നു. മുന്നിനോട് ചോദിച്ചാൽ എനിക്ക് പഴംപൊരി വേണം. അപ്പോൾ ഓൾ പറഞ്ഞ് വേണമെന്നില്ല. എനിക്ക് പണിയാവും വിചാരിച്ചിട്ടാട്ടോ ഓൾ പറഞ്ഞത് വേണ്ട. പഴംപൊരി കിട്ടിയാലോ കോൾ തിന്നോന്ന് എനിക്കറിയാം. എനിക്കും ഒരു പൂതി പഴംപൊരി തിന്നാൻ. അങ്ങനെ വേഗം 2-3 പായ എടുത്ത് മുറിച്ചിട്ട് ഞാൻ പഴംപൊരിയുടെ മാവും ഉണ്ടാക്കിട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചാണ് വേഗം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്. അതോ സമയം എത്ര ആയിക്കെന്നറിയോ? 6 മണിയാക്കിട്ടോ. എന്നാലാണ് പഴംപൊരി ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത്. അയറ്റാ മഴയല്ലേ. ഇങ്ങനെ മഴ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചൂടുള്ള എണ്ണക്കടിയൊക്കെ കൂട്ടി ഇങ്ങനെ ചായ കുടിക്കാൻ ഒരു പൂതിയാണല്ലോ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എണ്ണക്കടി പഴംപൊരി കാണാനും പഴവും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പഴംപൊരിക്കാണ് ഇഷ്ടവുമാണ് കേട്ടോ. അതാണ് പിന്നെ പഴംപൊരിക്ക് മെനക്കെട്ട്. ഈ പഴം ഞാൻ ചെറുതാക്കി കേട്ടോ മുറിച്ച്. അല്ലാണ്ട് തോനെ വലിയതാക്കുമ്പോൾ ചട്ടി തോനെ എണ്ണ വരണ്ട. അതിനെക്കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞാൽ മതിയല്ലോ. ചെറിയ കഷ്ണങ്ങളാക്കിയാണ് പൊരിച്ചെടുക്കുകയും ചെയ്യുന്നത്. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ മുത്തുവിന് പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിനി. ഒക്കെ 2 ആൺകുട്ടികളായതുകൊണ്ടാണ് പെൺകുട്ടികളോട് ഇഷ്ടമെന്നാണ് ഞാൻ പറഞ്ഞത്. അന്നപ്പോൾ അതിൻ്റെ ആ വീഡിയോൻ്റെ കമൻറ്റിൽ ആരിഫ ബഷീർ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്ന് വന്നിരിക്കുന്നത്. എനിക്കും അതേ ആഗ്രഹം ഉണ്ടായിരുന്നു. 3 ആൺകുട്ടികളാണ് ഓൾക്ക് ഉള്ളതെന്നും പറഞ്ഞിട്ടോ. പഠിച്ചോനോൽക്കും പെൺമക്കൾ കൊടുക്കട്ടെ, പെൺമക്കളുള്ളവർക്ക് മക്കളെയും കൊടുക്കട്ടെ. നമ്മൾ ദുആ ചെയ്യുക. എല്ലാവരും എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ച് തരട്ടെ. പിന്നെ ആരും ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ. എനിക്ക് 2 പെൺകുട്ടികളായിട്ട് അൽഹംദുലില്ലാ. അപ്പം ഞാൻ പറയും 4 ആൺകുട്ടികളായിരുന്നു. പെൺമക്കളുണ്ടെങ്കിൽ ആമക്കളായി, ആമക്കളുണ്ടെങ്കിൽ പെൺമക്കളും ആയിട്ടോ. നമുക്കൊരു മോനുണ്ടായെങ്കിലേ ഓല് പെണ്ണിട്ടി കൊണ്ടുവന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പുരയിൽ പെൺകുട്ടികളായില്ലേ, അത് നമ്മളെ മോളായിട്ട് കാണണം, മരിയോളായിട്ട് കാണരുത്. അതുകൊണ്ട് തന്നെയാണ് പെൺമക്കൾ കെട്ടിച്ചിക്കുകയാണെങ്കിൽ ഓല് നമ്മൾ പൊയ്യാപ്പിളായിട്ട് കാണരുത്, നമ്മൾ മോനായിട്ട് ഓലെ നമ്മൾ കാണണം. എന്നാൽ നമ്മൾ കാണും പെണ്ണൊക്കെ ആയിട്ട് പുരയിൽ ആൾക്കാരുണ്ടാവും കേട്ടോ. പിന്നെ അതും അല്ല കേട്ടോ, നമ്മൾ കാണാൻ പെണ്ണാൽ മക്കളുണ്ടല്ലോ. മക്കളില്ലാണ്ട് കുറേ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ ദുനിയാവിൽ. ഓൾ കാണാൻ വേണ്ടിയില്ല, പെണ്ണാലും വേണ്ടിയില്ല, ആരോഗ്യമുള്ള മക്കൾ പഠിച്ചോ കൊടുക്കട്ടെ. നമ്മൾ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. റിഫ് മോനെ പനി എനിക്കോണോ നീ സ്കൂളിൽ പോകുന്നില്ല. എന്നിട്ട് ജനവാവയും പറയുക ഞാൻ സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞ് കച്ചറയും കരച്ചിലും. ഇങ്ങനെ മുത്ത് സ്കൂളിൽ കൊണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മോന് സ്കൂളൊക്കെ ആക്കി തിരിച്ച് വന്നതിന് ശേഷം പിന്നെ എല്ലാവരോടും പോവുകയും ചെയ്തിട്ടോ. അനിയത്തി മോൾ ഇന്നലെയും പോയി, ഇന്നും പോയിട്ടോ. അങ്ങനെ നമ്മളെ പോലെ കാലിയായി പോയി. ആരും ഇല്ലാണ്ടായി, ഞാനും മുന്നും മാത്രമാണുള്ളത്. ഓള് പോകുമ്പോൾ പുയ്യാപ്പിള മോളിലാണുള്ളത്. യാത്ര പറയാൻ വേണ്ടിയിട്ട് ഓൾ തിരിഞ്ഞും പറഞ്ഞു ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാം.